الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن سيدنا وحبيبنا ومعلمنا وأسوتنا وقائد دربنا محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്തതികളെയും ബന്ധുമിത്രാദികളെയും സത്യവിശ്വാസികളെയും സ്വർഗത്തിൽ പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, സാലിഹീങ്ങൾ, ശുഹദാക്കന്മാർ ഇവരോടൊപ്പം ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അവരിൽ മരിച്ചുപോയവരുടെ ഖബറുകളിൽ നീ വെളിച്ചം നൽകണമേ. അല്ലാഹുവേ, സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം അവരുടെ ഖബറുകളിൽ നീ തുറന്നു കൊടുക്കണമേ. അതുവഴി ഖിയാമത്തുനാൾ വരെ സ്വർഗീയമായ അനുഭൂതികളും അനുഭവങ്ങളും ആസ്വദിച്ച് കഴിയുവാനുള്ള മഹാഭാഗ്യം അവർക്ക് നീ കനിഞ്ഞേകുകയും ചെയ്യണമേ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ മുസ്ലിംകളും മുഅ്മിനുകളുമായി ജീവിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ചിന്തകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഭൗതികതയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിചാരങ്ങളും ചിന്തകളും ആലോചനകളും വ്യഥകളുമെല്ലാം ഇഹലോകവുമായി ബന്ധപ്പെട്ട് മക്കൾ, ഇണകൾ, കുടുംബം, കച്ചവടം, വ്യാപാരം, വ്യവസായം, സമ്പത്ത്, സ്വത്തുക്കൾ, മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, നമ്മുടെ കച്ചവടം, അതിലെ ലാഭനഷ്ടങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ മരണം എന്നിത്യാദി വിഷയങ്ങളിലാണ് യഥാർത്ഥമായും നമ്മുടെ ചിന്തകൾ അധികളും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഓരോരുത്തരുടെയും ചിന്തകളെയും വ്യഥകളെയും വിചാരങ്ങളെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെന്ന് പരിശോധന നടത്തിയാൽ പരലോകം എന്ന ചിന്തയേക്കാൾ പ്രാമുഖ്യം ഇത്തരം ചിന്തകൾക്കാണ് എന്ന് കാണുവാൻ കഴിയും. മരണം, ഖബറിലെ ജീവിതം, മരണാനന്തര ജീവിതം, സ്വർഗം, നരകം, അള്ളാഹുവിന്റെ വിചാരണ, അങ്ങനെ തുടങ്ങി പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ചിന്തയെയും ആലോചനകളെയും സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം ആലോചിക്കുവാൻ ബാധ്യസ്ഥരാണ് നാം. മത്സരത്തിന്റെയും നെട്ടോട്ടങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ എല്ലാ തിരക്കുകളിലും മാറ്റിവെച്ച് രാത്രി സമയത്ത് കിടക്കാൻ അല്പനേരം കണ്ടെത്തുമ്പോൾ മയക്കത്തിന് മുമ്പ് നാം നമ്മോട് ഒരു പരിശോധന നടത്തുക.
എന്റെ ഇന്നത്തെ പകലും ഇന്നത്തെ ഈ രാത്രിയും, പകൽ അസ്തമിക്കുകയും രാത്രിയെ ഞാൻ നേരിടുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട സിംഹഭാഗങ്ങൾ അപഹരിച്ചത് എന്തായിരുന്നു? ഇഹലോകത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നുവോ അല്ലെങ്കിൽ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റ് പ്രവാചകന്മാരുടെയും ചിന്തകളും ജീവിതവും, സഹാബിമാരുടെയും താബിഈങ്ങളുടെയും ജീവിതവും ചിന്തയും ഏത് രൂപത്തിലായിരുന്നു എന്ന് സംക്ഷിപ്തമായി ഗ്രഹിക്കുവാൻ ആവശ്യമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ഖുതുബയിൽ സൂചിപ്പിക്കുവാൻ നാം ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ്. സ്ത്രീകൾ, സന്തതികൾ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, മേത്തരം കൃഷി, കന്നുകാലികൾ, കുതിരകൾ തുടങ്ങി എന്തെല്ലാം ആർജിക്കുവാൻ കഴിയുമോ ഇവയെല്ലാമാണ് വാസ്തവത്തിൽ മനുഷ്യന്റെ മോഹങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇവയെല്ലാം എണ്ണിപ്പറഞ്ഞത്. ഇവയൊന്നും സ്വന്തം നിലക്ക് ഹറാമായ കാര്യങ്ങളല്ല. പരിശുദ്ധ ഖുർആനിൽ എണ്ണിപ്പറഞ്ഞിട്ടുള്ള ഈ വിഷയങ്ങളൊന്നും സ്വന്തം നിലയിൽ ഹറാമായ കാര്യങ്ങളല്ല എന്ന് മാത്രമല്ല, ഇവയെല്ലാം ആർജിക്കുവാൻ അള്ളാഹു ആജ്ഞാപിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. വലാ തൻസ നസീബക മിനദ് ദുനിയാ വലാ തൻസ നസീബക മിനദ് ദുനിയാ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. ഇതാണ് ഇസ്ലാമിന്റെ ജീവിത വീക്ഷണം. നിങ്ങൾക്ക് കരഗതമായിട്ടുള്ള ഭൗതിക വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി പരലോക ഭവനം നിങ്ങൾ തേടണം. ഈ വിഭവങ്ങൾ സമാഹരിച്ച് ഉപയോഗപ്പെടുത്തി പരലോകം ഏത് രൂപത്തിൽ കരസ്ഥമാക്കാം എന്നായിരിക്കണം ചിന്ത. വലാ തൻസ നസീബക മിനദ് ദുനിയാ. ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇഹലോകത്തിലെ നിങ്ങളുടെ പങ്ക് വിസ്മരിക്കുവാൻ പാടില്ല. പരലോകത്തിന് വേണ്ടി ഇഹലോകത്തെയോ ഇഹലോകത്തിന് വേണ്ടി പരലോകത്തെയോ ബലികഴിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദുനിയാവിന് വേണ്ടി ജീവിക്കുമ്പോൾ കാലാകാലം ഈ ദുനിയാവിൽ ജീവിക്കും എന്ന ധാരണയോട് കൂടിയായിരിക്കണം ജീവിക്കേണ്ടത്. പരലോകത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നാളത്തെ പ്രഭാതം ഞാൻ കണി കാണില്ല എന്ന ചിന്തയോടെ ആയിരിക്കണം നീ പരലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടത്. ഇഹലോകത്തെയും പരലോകത്തെയും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള ജീവിത വീക്ഷണമാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. അള്ളാഹു എന്താണ് പറഞ്ഞത്? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വ അബ്ഖാ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടത് ഇഹലോകത്തിനാണ് നിങ്ങൾ മുൻഗണന കൽപ്പിക്കുന്നത്. നാം എല്ലാവരും വാസ്തവത്തിൽ മുൻഗണന കൽപ്പിക്കുന്നത് ഇഹലോകത്തിന് മാത്രമാണ്. പരലോകം, സ്വർഗം, നരകം, സിറാത്ത്, വിചാരണ ഇവയെല്ലാം വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെയോ അവസാനത്തെയോ പരിഗണനയിൽ മാത്രമേ വരുന്നുള്ളൂ. ബൽ തുഹിക്കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. ക്ഷണികമായി ഇപ്പോൾ കിട്ടുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചാകുന്നു വാസ്തവത്തിൽ നിങ്ങൾക്കുള്ള ചിന്തകൾ. വതദറൂനൽ ആഖിറ. പരലോകത്തെ നിങ്ങൾ അഗണ്യകോടിയിൽ തള്ളിക്കളയുകയാണ്, അവഗണിക്കുകയാണ്. അത് നിങ്ങളുടെ പരിഗണനയിൽ വരുന്ന വിഷയമല്ല. ഇതാകുന്നു വാസ്തവത്തിൽ മനുഷ്യന്റെ ഏറ്റവും കുറ്റകരമായ സ്വഭാവം എന്നാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത്? നാനാതരം തിരക്കുകൾക്കും മത്സരങ്ങൾക്കും നടുവിൽ നമ്മുടെ മക്കളെപ്പോലും നാം ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വികാരം മത്സരങ്ങളുടെ കാലഘട്ടമാണ്. ഈ മത്സരങ്ങളുടെ കാലഘട്ടത്തിൽ മകനെ, മകളെ, നീ പിറകിലാവരുത്. നീ മറ്റുള്ളവരെ മുൻകടന്ന് മുമ്പിലെത്തണം. നിന്റെ ചിന്തകളും വിചാരങ്ങളും വ്യതകളും എല്ലാം എങ്ങനെ എല്ലാവരെയും മറികടന്ന് മുമ്പിലെത്താം എന്നതിനെ സംബന്ധിച്ചായിരിക്കണം. ഇതാണ് മക്കളുടെ മനസ്സിൽ പോലും നാം ഓരോരുത്തരും വാസ്തവത്തിൽ ഇട്ടുകൊടുക്കുന്ന ചിന്തകളും വിചാരങ്ങളും. ഭൗതികതയുടെ ഈ കാലഘട്ടത്തിൽ തീർച്ചയായും സ്വാഭാവികമായ ചിന്തകളാകുന്നു അത്. പക്ഷേ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? മൻ ജഅലൽ ഹുമൂമ ഹമ്മൻ വാഹിദൻ ഹമ്മൽ മആദ്. എല്ലാ ചിന്തകളും ഏക ചിന്തയുടെ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചാൽ എല്ലാ ചിന്തകളും അവഗണിച്ച്
എല്ലാ ചിന്തകളെയും തള്ളിമാറ്റി പരലോകം എന്ന ഏക ബിന്ദുവിൽ മനുഷ്യൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കഫാഹുല്ലാഹു ഹമ്മ ദുനിയാഹു, അവന്റെ ദുനിയാവിലെ ചിന്തകളും വ്യതകളും എല്ലാം അള്ളാഹു ഏറ്റെടുത്തുകൊള്ളും. പരലോകമാണ് വാസ്തവത്തിൽ നമ്മുടെ മുഖ്യ ചിന്തയെങ്കിൽ നമ്മുടെ ഇഹലോകത്തെ ചിന്തകളും വ്യതകളും വിചാരങ്ങളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തുകൊള്ളും. വമൻ തശഅബത് ബിഹിൽ ഹുമൂം ഫി അഹ്വാലി ദുനിയ ലം യുബാലില്ലാഹു ഫി അയ്യി വാദിയത്തിൻ ഹലക്. എന്നാൽ അതേ സന്ദർഭത്തിൽ മനുഷ്യൻ ദുനിയാവിലെ ചിന്തകളിൽ മനസ്സ് വ്യാപരിപ്പിച്ചാൽ എന്ത് പറഞ്ഞാലും എന്ത് ചിന്തിച്ചാലും എന്ത് സംസാരിച്ചാലും എന്ത് വർത്തമാനം പങ്കിട്ടാലും എല്ലാം ദുനിയാവിനെ സംബന്ധിച്ചാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവൻ ഏത് മലഞ്ചരിവിൽ പെട്ട് ചത്തൊടുങ്ങിയാലും അള്ളാഹുവിന് പ്രശ്നമല്ല. കാരണം അവൻ അള്ളാഹുവിനെ വിലവെച്ചിട്ടില്ല എന്നർത്ഥം. അവൻ പരലോകത്തെ അഗണ്യകോടിയിൽ തള്ളിയവനാണ്, ഇഹലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ചവനാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ കാന ഹമ്മുൽ ആഖിറ, ഒരാളുടെ മുഖ്യ ചിന്ത പരലോകമാണെങ്കിൽ ഇഹലോകത്തിന് വേണ്ടി ജീവിക്കരുത് എന്നല്ല, ഇഹലോകത്തിനാവരുത് മുഖ്യ പരിഗണന. ഇഹലോകത്തിലെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി പരലോകത്തിലെ സ്വർഗം ഏത് രൂപത്തിൽ കരസ്ഥമാക്കാം എന്നതായിരിക്കണം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ചിന്തയും പരിഗണനയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകമാണ് വാസ്തവത്തിൽ ഒരാളുടെ മുഖ്യ ചിന്തയെങ്കിൽ ജമഅല്ലാഹു ശംലഹു വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അയാളുടെ മുഴുവൻ വിഭവങ്ങളും അള്ളാഹു സമാഹരിച്ച് അയാൾക്ക് കൊടുക്കുകയും അയാളുടെ ഐശ്വര്യം ഹൃദയത്തിൽ അള്ളാഹു നിറയ്ക്കുകയും ചെയ്യും. ഇഹലോകം അവന്റെ മുമ്പിൽ മുട്ടുകുത്തി വരും, ഇഹലോകം അവന്റെ മുമ്പിൽ പരാജയം സംബന്ധിച്ച് മുട്ടുകുത്തി വരും. വമൻ കാനത്ത് നിയ്യത്തുഹു ദുനിയ, ഒരു മനുഷ്യന്റെ നിയ്യത്തും ചിന്തയും വ്യതയും ആലോചനയും വിചാരവുമെല്ലാം ദുനിയാവ് മാത്രമാണെങ്കിൽ ഫറഖല്ലാഹു അലൈഹി ളയഅതഹു വജഅല ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കഴിവുകളെല്ലാം അല്ലാഹു ശിഥിലമാക്കുകയും അവന്റെ മുമ്പിൽ ഏത് സന്ദർഭത്തിലും ദാരിദ്ര്യം, പട്ടിണി, പരിവട്ടം ഇങ്ങനെയുള്ള പ്രാരാബ്ധത്തിന്റെ പെരുമഴയായിരിക്കും വാസ്തവത്തിൽ എല്ലാ സന്ദർഭത്തിലും അയാൾക്കുണ്ടാവുക. ഒരു സന്ദർഭത്തിലും സന്തോഷിക്കുന്ന മുഖം അയാൾക്കുണ്ടാവുകയില്ല. എപ്പോഴും എപ്പോഴും തീരാത്ത ആർത്തിയുടെ നടുവിൽ, വെട്ടിപ്പിടിക്കാനുള്ള ദുനിയാവിലെ മോഹങ്ങൾക്ക് നടുവിൽ മത്സരിച്ച് നശിക്കുവാനാണ് വാസ്തവത്തിൽ അയാൾക്കുള്ള വിധി. വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ കതബ ലഹു, അയാൾക്ക് വാസ്തവത്തിൽ എങ്ങനെ അയാൾ മോഹിച്ചാലും അള്ളാഹു എന്തെന്നാണോ രേഖപ്പെടുത്തിയത് അത് മാത്രമല്ലേ ലഭിക്കുകയുള്ളൂ. എന്തിനു വേണ്ടിയാണ് ഈ മത്സരം, എന്തിനു വേണ്ടിയാണ് ഈ നെട്ടോട്ടം? ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രധാനമായ പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചത്. എല്ലാ നമസ്കാരത്തിനും ശേഷം നാം ഓരോരുത്തരും നടത്തേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, വലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിനാ, വലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിനാ. അല്ലാഹുവേ, ദുനിയാവിനെ സംബന്ധിച്ചുള്ള ചിന്ത മുഖ്യ വിചാരമാക്കരുതേ ഞങ്ങളുടേത്, ഞങ്ങളുടെ അറിവിന്റെ ആകത്തുകയും ഇഹലോകമാവരുതേ റബ്ബേ. ഞങ്ങൾ ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വർത്തമാനങ്ങൾ പങ്കിടുമ്പോഴും ഇഹലോകത്ത് വ്യാപരിക്കുമ്പോഴും ദുനിയാവിനെ കുറിച്ച് മാത്രമാകരുതേ ചിന്തകൾ. ഞങ്ങളുടെ ചിന്തയുടെ ആകത്തുക ദുനിയാവാവരുതേ, അറിവിന്റെ ആകത്തുകയും അല്ലാഹുവേ ഈ ദുനിയാവാകരുതേ, പരലോകമായിരിക്കണേ ചിന്തയുടെ മുഖ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ പഠിപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ഈ ലോകത്ത് ജീവിച്ചു. ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ, 1000 കൊല്ലം ആ പ്രവാചകൻ ജീവിച്ചു. 50 കൊല്ലം കഴിച്ചാൽ, എന്നാൽ 950 കൊല്ലം ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരേ ഒരു ചിന്ത മാത്രമേ ആ പ്രവാചകൻ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് ആ പ്രവാചകൻ അള്ളാഹുവിനോട് പറഞ്ഞത്? റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, നാഥാ എന്റെ സമുദായത്തെ, ഈ ജനങ്ങളെ ഞാൻ രാവും പകലുമില്ലാതെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്നു. എനിക്ക് മറ്റൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല.
എന്റെ ഒരേ ഒരു ചിന്ത, നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബഹുദൈവവാദികളായ ഈ ആളുകളെ തൗഹീദിന്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അഹോരാത്രം ഞാൻ പരിശ്രമിച്ചു. രാവും പകലും അല്ലാഹുവേ ഞാൻ പ്രബോധന പ്രവർത്തനത്തിൽ മുഴുകി. സുമ്മ ഇന്നി ദഅഉതുഹും ജിഹാറ, പിന്നെ ഞാൻ അവരെ പരസ്യമായി ക്ഷണിച്ചു. സുമ്മ ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ, രഹസ്യമായും പരസ്യമായും കാതിൽ പതുക്കെ ഓതിയും ഉറക്കെ ചൊല്ലിയും ഞാൻ അവരെ ഇസ്ലാമിലേക്ക് വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഇതായിരുന്നില്ലേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം? ഇതായിരുന്നില്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദേശാന്തരങ്ങൾ താണ്ടി മക്കയിലും ഹിജാസിലും ജോർദാനിലും ഇറാഖിലും അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും യാത്രകൾ നടത്തിക്കൊണ്ട് ഇസ്ലാമിന് വേണ്ടി നടത്തിയ ജൈത്രയാത്രകൾ? നാം അറിയണം ഈ പ്രബോധനത്തിന്റെ യാത്രകൾ. ആ പ്രവാചകന്മാർക്കുള്ള ഹമ്മ ദുനിയാവായിരുന്നില്ല, അവർ പരലോകത്തിന് വേണ്ടി ജീവിച്ചു. ഇഹലോകത്തിലുള്ള അവരുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുത്തു. എന്തായിരുന്നു വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികതയ്ക്ക് വേണ്ടി ജീവിച്ചില്ല. വീട്ടിലെ പട്ടിണിയും പ്രാരാബ്ധവും ഒരിക്കലും നബി തിരുമേനിക്ക് പ്രശ്നമായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കുള്ള ഒരേ ഒരു ദുഃഖം, ജനങ്ങൾ നരകത്തിലേക്ക് ചെന്ന് വീഴുമോ എന്ന പേടിയായിരുന്നു. അവർ സ്വർഗാവകാശികളാവില്ലേ എന്ന ദുഃഖമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിലേറെ സ്ഥലങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മനോവ്യതയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ, ജനങ്ങൾ ഈ ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള ദുഃഖഭാരത്താൽ താങ്കൾ ഒരു വേള താങ്കളെ തന്നെ ഹനിക്കുവാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു എന്നൊരു സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം ദുഃഖം, അങ്ങേയറ്റം സങ്കടം, എപ്പോഴും കണ്ണീർ വാർത്തുകൊണ്ടുള്ള ജീവിതം, എല്ലാ സന്ദർഭത്തിലും ചിന്താമഗ്നനായി ഏകനായി ധ്യാനനിരതനായി നബി തിരുമേനി ജീവിക്കുന്നു. എന്താണ് നബി തിരുമേനിയെ മതിച്ച ചിന്തകൾ? ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നില്ലല്ലോ, ഇസ്ലാമിക പ്രബോധനത്തിന് ചെവി കൊടുക്കുന്നില്ലല്ലോ, സ്വർഗത്തിന്റെ വഴിയിലേക്ക് ജനങ്ങൾ വരുന്നില്ലല്ലോ, നരകത്തിലേക്കാവുന്നല്ലോ ജനങ്ങൾ പോകുന്നത് എന്ന ചിന്തയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മതിച്ചത്. അല്ലാഹു പറഞ്ഞു, വലാ തഹസൻ അലൈഹിം വലാ തകു ഫീ ളൈഖിൻ മിമ്മാ യംകുറൂൻ, അവരുടെ കാര്യത്തിൽ പ്രവാചകരെ താങ്കൾ ദുഃഖിക്കരുത്, മനസ്സൊരിക്കലും കുടുസായി പോവരുത്, മനപ്രയാസങ്ങളിൽ അകപ്പെടരുത്, ആത്മസംഘർഷത്തിന്റെ പ്രയാസങ്ങൾ താങ്കൾ അനുഭവിക്കരുത്, താങ്കൾ തീർച്ചയായും സത്യത്തിന്റെ പാതയിലാകുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു വീണ്ടും സമാധാനിപ്പിക്കുന്നു. ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത്, ഒരിക്കലും താങ്കൾ ദുഃഖം കൊണ്ട് ഒരിക്കലും വേവത് കൊള്ളുവാൻ പാടില്ല പ്രവാചകരെ. താങ്കൾ ദുഃഖിക്കരുത്, താങ്കൾ പ്രയാസപ്പെടരുത്, അവരെയോട്ട് താങ്കൾ ഖേദിക്കരുത്, അങ്ങനെയുള്ള വിഷമം താങ്കൾക്കുണ്ടാവരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. എന്തായിരുന്നു തിരുമേനിയുടെ ദുഃഖം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഃഖം നാം ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ പേറേണ്ട ദുഃഖമാണ്. നമുക്ക് ചുറ്റും കോടിക്കണക്കായ ജനങ്ങൾ ശിർക്കിലും ബഹുദൈവ വിശ്വാസത്തിലും ജാഹിലിയ്യത്തിലും കുഫ്റിലും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ ബാധ്യസ്ഥരായ വ്യക്തികളാണ് നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മതിച്ച വേദനകൾ നമുക്ക് വേദനയാവണം. നബി തിരുമേനിയുടെ ദുഃഖം നമുക്ക് ദുഃഖമാവണം. നബി തിരുമേനി ഏതൊന്നിനു വേണ്ടിയാണോ കണ്ണീർ വാർത്തത്, അതിനുവേണ്ടി കണ്ണീർ വാർക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ ധിക്കരിക്കപ്പെടുമ്പോൾ, അള്ളാഹു കളവാക്കപ്പെടുമ്പോൾ, ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ, ഇസ്ലാമിന് ചുറ്റും തെറ്റിദ്ധാരണയുടെ പുകമറകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ, അതിനെതിരിൽ ഒരു മൺചിറയെങ്കിലും കെട്ടുവാനുള്ള പ്രതിരോധത്തിന്റെ തയ്യാറെടുപ്പ് ചിന്താപരമായും ബൗദ്ധികമായും ഉണ്ടാക്കുവാൻ തീർച്ചയായും പരിശ്രമിക്കേണ്ടവരാണ് നാം. ഇതായിരിക്കണം നമ്മുടെ മുഖ്യ ചിന്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ഇസ്ലാമിന് വേണ്ടിയാണോ ആ രൂപത്തിൽ പ്രയാസപ്പെട്ടത്, അത് നമുക്കും തീർച്ചയായും പാഠമാകേണ്ടതുണ്ട്. തായിഫിൽ വെച്ച് കല്ലേറുകൊണ്ട് പർവ്വതങ്ങളുടെ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, അല്ലയോ പ്രവാചകരെ, ഈ പർവ്വതം അവരുടെ തലക്കു മുകളിൽ വീഴിക്കുവാൻ അള്ളാഹുവിന്റെ കഴിവുണ്ട്, താങ്കൾ സമ്മതം തന്നാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകൻ പറയുന്നു, അരുതേ അരുതേ, ഒരിക്കലും അത് പാടില്ല. അവർ നശിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നാളെ പിറ്റേന്ന് ഒരു പക്ഷേ പുരുഷാന്തരങ്ങൾ പിന്നിടുമ്പോൾ ഇവരുടെ തലമുറയിൽ നിന്നും
അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ഒരു പുതുതലമുറ ജന്മമെടുത്തേക്കാം. ഞാനൊരിക്കലും അവർക്ക് വേണ്ടി ശാപത്തിന് പ്രാർത്ഥിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയായി. അതാണ് തിരുമേനിയുടെ ചിന്ത, അതാണ് തിരുമേനിയുടെ പ്രാർത്ഥന. അതിനുവേണ്ടിയാണ് തിരുമേനി ജീവിച്ചത്. നാം ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജീവിച്ച ഇസ്ലാം, നബി തിരുമേനി പ്രബോധനം ചെയ്ത ഇസ്ലാം, നബി തിരുമേനി ഏതൊരു വ്യതകളും ചിന്തകളും പ്രയാസങ്ങളുമായി ജീവിച്ചുവോ ആ ജീവിക്കുന്ന ഇസ്ലാം, നാം അതിന്റെ പിന്മുറക്കാരാണ്. നാം അതിന്റെ പൈതൃകം പിൻപറ്റുന്നവരാണ്. അതിന്റെ പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ട ആശയത്തിന് വേണ്ടി നിലകൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? എന്തിനു പറയുന്നു? മരണവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് സക്കറാത്തുൽ മൗത്തിന്റെ ഘട്ടത്തിൽ തന്റെ വലതുവശത്തുള്ള തണുത്ത വെള്ളപ്പാത്രത്തിൽ കൈവച്ച് തന്റെ തിരുനെറ്റിയിൽ തടവിക്കൊണ്ടിരുന്നപ്പോൾ പോലും മറക്കാതെ പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്നറിയാമോ? ആ സന്ദർഭത്തിൽ പോലും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിന്തയെ മതിച്ചത് നാം ഓരോരുത്തരുടെയും ഇസ്ലാമായിരുന്നു. അസ്സലാ അസ്സലാ വമാ മലക്കത്ത് യമീനുക്കും, അസ്സലാ അസ്സലാ വമാ മലക്കത്ത് യമീനുക്കും. മരണത്തിന്റെ സക്കറാത്തിന്റെ വേദനയിൽ മലക്കുൽ മൗത്ത് റൂഹുവാകുവാൻ തയ്യാറായി നിൽക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുന്ന കാര്യം അസ്സലാ അസ്സലാ, നമസ്കാരത്തിന്റെ കാര്യം, നമസ്കാരത്തിന്റെ കാര്യം. സഹോദരങ്ങളെ, അതിൽ നിങ്ങൾ വീഴ്ച വരുത്തുവാൻ പാടില്ല. അതിന്റെ സമയത്ത് നിങ്ങൾ നമസ്കരിക്കണം. ഖുശൂഅോടും ഖുദൂഅോടും കൂടി നിങ്ങൾ നമസ്കരിക്കണം. അസ്സലാ അസ്സലാ. സക്കറാത്തുൽ മൗത്തിന്റെ ഘട്ടത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചത് അസ്സലാ അസ്സലാ, നമസ്കാരം നമസ്കാരം, അതിന്റെ കാര്യം. വമാ മലക്കത്ത് യമീനിക്കും, നിങ്ങളുടെ ഭാര്യമാരും ഇണകളുമുണ്ടല്ലോ, നിങ്ങൾ അധീനപ്പെടുത്തിയ ഭാര്യമാർ ഇണകൾ, അവരുടെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം. അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്, അവരെ നിങ്ങൾ കണ്ണീർ കുടിപ്പിക്കരുത്, അവരെ നിങ്ങൾ സങ്കടത്തിലാഴ്ത്തരുത്. അവർക്ക് നിങ്ങൾ സന്തോഷം പകരണം, അവർക്ക് നിങ്ങൾ ജീവിതം കൊടുക്കണം, അവർക്ക് നിങ്ങൾ ആഹാരം കൊടുക്കണം, അവർക്ക് നിങ്ങൾ വസ്ത്രം നൽകണം, മാന്യമായി പെരുമാറണം. അവരോടുള്ള കടമകൾ നിങ്ങൾ വിസ്മരിക്കുവാൻ പാടില്ല. ഇതാണ് ആ സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചത്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, അല്ലയോ റസൂലേ, താങ്കൾക്ക് നരച്ചു പോയല്ലോ, താങ്കൾക്ക് നരബാധിച്ചു പോയല്ലോ റസൂലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാർദ്ധക്യത്തിന്റെ അവശതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കാണുകയും നബിയുടെ തലമുടികൾ നരച്ച കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നഅം യാ അബൂബക്കർ, ശയ്യബത്നി ഹൂദുൻ വൽ വാഖിഅ വൽ മുർസലാത്ത് വഅമ്മ യതസാഅലൂൻ വഇദ അശ്ശംസു കുവ്വിറത്. ശരിയാണ് അബൂബക്കറെ, എനിക്ക് നര വന്നിരിക്കുന്നു. എനിക്ക് നര വരുവാൻ കാരണം താഴെ പറയുന്ന സൂറത്തുകളാണ്. ഹൂദ്, വാഖിഅ, മുർസലാത്ത്, അമ്മ യതസാഅലൂൻ, ഇദ അശ്ശംസു കുവ്വിറത് തുടങ്ങിയ സൂറത്തുകൾ. അതിലെ ഭയാനകമായ സ്ഥിതിവിശേഷങ്ങൾ, പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, ഈ പ്രപഞ്ചത്തിന് സംഭവിക്കുന്ന അവസ്ഥാന്തരങ്ങൾ, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം എന്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നു, എന്റെ യുവത്വം നശിപ്പിച്ചിരിക്കുന്നു, എനിക്ക് നരബാധിച്ചിരിക്കുന്നു. അതാണ് എന്റെ ചിന്ത, അതാണ് എന്റെ വ്യഥ, അതാണ് എന്റെ ആലോചന, അതാണ് എന്റെ സങ്കടം, അതാണ് എന്റെ ദുഃഖം. ശയ്യബത്നി ഹൂദ്, ഹൂദും വഅഖവാതുഹാ, ഹൂദും അതുപോലെയുള്ള സൂറത്തുമാണ് എന്റെ നരക്ക് കാരണം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എത്ര തവണ നാം ഈ സൂറത്തുകൾ ഓതി, എത്ര തവണ നാം പരിഭാഷകൾ വായിച്ചു, എത്ര തവണ ഉറുദികളും പ്രസംഗവും ഖുതുബയും നാം ശ്രവിച്ചു. അപ്പോഴൊന്നും നമ്മുടെ ചിന്തയുടെ കവാടങ്ങൾ തുറക്കുവാൻ ഒരിക്കലും ഈ ആയത്തുകൾ പര്യാപ്തമായിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ തന്റെ കൂട്ടുകാരോട് തിരിക്കുകയാണ് മദീനയിലെ പള്ളിയിൽ. മദീനയിലെ പള്ളിയിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോൾ പറയുന്ന ചില വാക്കുകൾ. തമന്നൗ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കൂ. എന്തൊക്കെയാണ് മനസ്സിലെ മോഹങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള സ്വപ്നങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ? തമന്നൗ, നിങ്ങൾ ആഗ്രഹിക്കൂ, മനസ്സിലെ അഭിലാഷങ്ങൾ വെളിപ്പെടുത്തൂ. എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ എന്ന് പറയൂ. അപ്പോൾ സഹാബിമാരിൽ ഒരാൾ പറഞ്ഞ വാക്ക്, ലൗ അന്ന ഹാദിഹി ദാർ മംലൂഅതൻ ദഹബൻ അൻഫഖ്തുഹു ഫീ സബീലില്ലാഹ്.
നമ്മളുടെ ഈ ഭവനം മുഴുവൻ സ്വർണം കൊണ്ടങ്ങ് നിറയട്ടെ. അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ സ്വർണം മുഴുവൻ ചെലവഴിക്കും. അതിന് സാധിക്കണമെന്നാണ് എന്റെ മോഹം, അതാണ് എന്റെ സ്വപ്നം. വീണ്ടും ഉമർ പറയുന്നു, തമന്നൗ, നിങ്ങൾ മോഹിക്കൂ, സ്വപ്നങ്ങൾ പറയൂ, ആഗ്രഹങ്ങൾ പങ്കുവെക്കൂ. മറ്റൊരാൾ പറയുന്നു, അതമന്നാ ലൗ അന്നഹാ മംലൂഅതൻ ലുഅലുഅൻ വസബർജദൻ വജൗഹറൻ അൻഫഖ്തുഹു ഫീ സബീലില്ലാഹ്. ഈ ഭവനം മുഴുവൻ മരതകവും വൈഢൂര്യവും കനകവും രത്നങ്ങളും എല്ലാം നിറഞ്ഞ് ഞാനത് ചെലവഴിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖയായി കൊടുക്കാൻ സാധിച്ചെങ്കിൽ ഇതാണ് എന്റെ മോഹം. പിന്നെയും ഉമർ പറയുന്നു, തമന്നൗ, പറയൂ, ആഗ്രഹങ്ങളെല്ലാം ഞാൻ കേൾക്കട്ടെ. അപ്പോൾ അവർ പറയുന്നു, മാ നഖൂലു യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ ഇനി എന്ത് പറയാനാണ്, ആഗ്രഹങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലേ. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ആ സഹോദരങ്ങൾക്ക് മുമ്പിൽ തന്റെ ആഗ്രഹം വെളിപ്പെടുത്തുന്നു. ഖാല ഉമർ, ഉമർ തന്റെ ആഗ്രഹം വെളിപ്പെടുത്തുകയാണ്. ലാകിന്നി അതമന്നാ ലൗ അന്ന ഹാദിഹി ദാറ മംലൂഅ റിജാലൻ മിസ്ല അബീ ഉബൈദത ബിൽ ജറാഹ്. നിങ്ങൾക്ക് കേൾക്കണമോ എന്റെ ആഗ്രഹം? എന്റെ ആഗ്രഹം സ്വർണവും വെള്ളിയുമല്ല, കനകവും കടമ്പരവും വൈധൂര്യവുമല്ല, അങ്ങനെയുള്ള ഭൗതികമായ വിഭവങ്ങൾ ഒന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഭവനം നിറയെ പുരുഷ കേസരികൾ ഉണ്ടാവണം. ആരെപ്പോലെയുള്ള പുരുഷരത്നങ്ങൾ? അബൂ ഉബൈദ ബിൽ ജറാഹിനെ പോലെയുള്ള പുരുഷ കേസരികൾ ഇസ്ലാമിന്റെ മക്കളായി ജനിക്കണം. അതാണ് എന്റെ മോഹം. ആരാണ് പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു. ഒരു സത്യവിശ്വാസിയുടെ ആഗ്രഹമാകുന്നു അത്. ഇസ്ലാമിന് വേണ്ടി പടനയിക്കുവാൻ, ഇസ്ലാമിന് വേണ്ടി പടപൊരുതുവാൻ, ഇസ്ലാമിക പ്രബോധനം നടത്തുവാൻ, പ്രവാചകന്റെ അനുയായിയായി ജീവിക്കുവാൻ, ഇസ്ലാമിന്റെ സാക്ഷിയായി ജീവിച്ച് മരിക്കുവാൻ കെൽപ്പുള്ള അബൂ ഉബൈദയെ പോലെയുള്ള വ്യക്തിത്വങ്ങളാൽ ഈ ലോകം നിറയണം. അതാണ് തന്റെ ആഗ്രഹം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇതല്ലേ വാസ്തവത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യതയാവേണ്ടത്, ചിന്തയാവേണ്ടത്. നമുക്കോരോരുത്തർക്കും ദുഃഖങ്ങളുണ്ട്, ഓരോരുത്തർക്കും മനപ്രയാസങ്ങളുണ്ട്. ഈ മനപ്രയാസങ്ങളെല്ലാം പരിഹരിക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ? ഭൗതികമായ ഇടങ്ങൾ തേടി, ഭൗതികമായ ഉപാധികൾ തേടി നാശമടയുന്നതിന് പകരം ആത്മീയമായ വഴികൾ, അള്ളാഹുമായി ബന്ധപ്പെട്ട വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? ഉമാമ എന്ന് പറയുന്ന സഹാബി മദീനയിലെ പള്ളിയിൽ നമസ്കാരത്തിന്റേതല്ലാത്ത സമയത്ത് പ്രാർത്ഥനാ നിരതനായി ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ചോദിക്കുന്നു, അല്ലയോ ഉമാമ, ഞാൻ എന്താണ് നിന്നെ ഈ സമയത്ത് പള്ളിയിൽ കാണുന്നത്? ഇത് പുറത്തു പോയി പണിയെടുക്കേണ്ട സമയമല്ലേ? പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയമല്ലല്ലോ ഇത്. അയാൾ പറയുന്നു, റസൂലേ, ഒരുപാട് കടങ്ങളും ഒരുപാട് ചിന്തകളും പ്രയാസങ്ങളും അലട്ടുന്ന വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പ്രയാസങ്ങൾ എന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കടങ്ങൾ കുടുംബത്തിന്റെ പേരിൽ വന്നുപെട്ട ദുര്യോഗത്തിലാണ് ഞാൻ. മനസ്സിന്റെ സംഘർഷം സഹിക്കാൻ വയ്യ. പലപ്പോഴും വാസ്തവത്തിൽ എന്നെ ഹനിക്കാൻ പോലും ഞാൻ തീരുമാനിച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉമാമയോട് പറയുന്നു, ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഖിയാമത്ത് നാൾ വരെ മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഉമാമ, രാവിലെയും വൈകുന്നേരവും ഞാൻ നിനക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാം. ആ പ്രാർത്ഥന നീ ഉരുവിടൂ. അള്ളാഹു നിന്റെ കടങ്ങൾ തീർക്കും, നിന്റെ മനസ്സിന് ശാന്തി പകരും, നിനക്ക് ഭൂലോകത്തേക്ക് സന്തോഷത്തോടുകൂടി തിരിച്ചു വരാം. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസൻ വൽ അജ്സി വൽ കസലി വൽ ബുഖൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തി ദൈനി വശമാതത്തിൽ അഅദാഇ വഖഹരിർ റിജാൽ. അല്ലാഹുവേ, എല്ലാ ദുഃഖത്തിൽ നിന്നും, എല്ലാ പ്രയാസത്തിൽ നിന്നും, എല്ലാ വ്യഥയിൽ നിന്നും, എല്ലാ സങ്കടത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. അല്ലാഹുവേ, അലസതയും അശ്രദ്ധയും അകർമ്മണ്യതയും ഭീരുത്വവും പിശുക്കും എന്നിൽ നിന്നും നീ അകറ്റി മാറ്റണമേ. അല്ലാഹുവേ, കടത്തിന്റെ പെരുപ്പത്തിൽ നിന്നും, എന്റെ പ്രയാസങ്ങൾ കണ്ട് ശത്രുക്കൾ ആഹ്ലാദിക്കുന്ന മുഹൂർത്തത്തിൽ നിന്നും, ജനങ്ങൾ എന്നെ ഒട്ടും വിലവെക്കാത്ത അവസ്ഥയിൽ എന്നെ തവിട്ടി മതിക്കുന്ന ആ ദുര്യോഗത്തിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, ഈ പ്രാർത്ഥന ഉമാമ റളിയല്ലാഹു അൻഹു രാവിലെയും വൈകുന്നേരവും ഉരുവിട്ടുകൊണ്ടിരുന്നു.
പ്രാർത്ഥനയുടെ ലോകത്തോടൊപ്പം പ്രവർത്തനത്തിന്റെയും മണ്ഡലത്തിൽ അദ്ദേഹം വ്യാപരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പ ദിവസം കഴിഞ്ഞപ്പോൾ ഉമാമയോട് ചോദിച്ചു, കൈഫ ഹാലുക യാ ഉമാമ, ഉമാമ എന്താണ് നിന്റെ ഇപ്പോഴത്തെ മാനസികമായ അവസ്ഥ? ഉമാമ പറയുന്നു, റസൂലേ, ഞാൻ ആ പ്രാർത്ഥന പഠിച്ചു, ഞാൻ ആ പ്രാർത്ഥന ഉരുവിട്ടു, ആ പ്രാർത്ഥനയുടെ പൊരുളനെ ഞാൻ പ്രവർത്തിച്ചു. അള്ളാഹു എന്റെ കടങ്ങൾ വീട്ടി, എന്റെ മനസ്സിന് അള്ളാഹു സന്തോഷം പകർന്നു. നമുക്ക് ഓരോരുത്തർക്കും ഇതാവശ്യമില്ലേ? ചിന്തകളും പ്രയാസങ്ങളും വിഷമതകളും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് കാര്യങ്ങൾ പറയാൻ അർഹരല്ലേ നാം? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനപ്രയാസങ്ങൾ തിരുമേനിയെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തിരുമേനി പറയുന്ന ഒരേ ഒരു കാര്യം, സുബ്ഹാനല്ലാഹിൽ അളീം, സുബ്ഹാനല്ലാഹിൽ അളീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെന്ന് പറഞ്ഞു. മനപ്രയാസങ്ങൾ അങ്ങേയറ്റം ഞെരുക്കുമ്പോൾ തിരുമേനി പറയുന്നത്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ബദർ യുദ്ധത്തിന്റെ തലേ രാത്രിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി സജ്ജീകരിച്ച കുടിലിൽ മുട്ടിപ്പായി നിന്നുകൊണ്ട് സാഷ്ടാംഗത്തിൽ അള്ളാഹുവിനോട് പറയുന്നു ഒരേ ഒരു പ്രാർത്ഥന, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാഹുവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനെ, നിയന്താവായ സൃഷ്ടാവേ, നീ എന്റെ പ്രാർത്ഥനകൾ, സങ്കടങ്ങൾ, കണ്ണീര് കാണണമേ എന്ന് സങ്കടത്തോടുകൂടി പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനകൾ കേൾക്കും. അതല്ലേ ദുആഉൽ കർബ് എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് സമുദ്രത്തിന്റെ അന്ധകാരത്തിൽ രാത്രിയുടെ ഇരുട്ടിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ പ്രാർത്ഥന എന്താണ്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ പ്രാർത്ഥന ഒരു മനുഷ്യൻ നടത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ എല്ലാത്തരം പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കും എന്ന് വളരെ പ്രത്യേകമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാന്മാരായ സഹാബികൾ എന്തായിരുന്നു അവർക്കുള്ള വ്യതകളും ചിന്തകളും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഏക ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുവാൻ തനിക്ക് സാധിക്കണമേ എന്നായിരുന്നു. മരിക്കുവാൻ കിടന്ന സമയത്ത് സക്കറാത്തുൽ മൗത്തിൽ മക്കൾ ചുറ്റും കൂടി നിന്നപ്പോൾ ആയിഷ ഉൾപ്പെടെയുള്ള മക്കളെ വിളിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, മക്കളെ, ഇൻമിത്തുൽ യൗമ ഫസ്രിഉ ബിജനാസത്തി, ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്നെ വേഗം നിങ്ങൾ മറമാടണം, നിങ്ങൾ വൈകിക്കുവാൻ പാടില്ല, വേഗം നിങ്ങൾ മറമാടണം. കാരണം ഇന്നാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കാണുവാൻ പോകുന്ന ദിവസം. അതായിരുന്നു അവർക്കുള്ള ചിന്ത. ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മദീനയിലെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഷഹാദത്ത് കലിമ പറയുമ്പോൾ ഒരിക്കലും കണ്ണീരോട് കൂടിയല്ലാതെ വാക്കുകൾ മുഴുമിക്കുവാൻ സാധിക്കാതിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടന്നപ്പോൾ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ച് ചിരിച്ചുകൊണ്ട്, എനിക്ക് ചിരിയാണ്, പുഞ്ചിരിയാണ്, മന്ദഹാസമാണ്, ഞാനിതാ എന്റെ കൂട്ടുകാരായ മുഹമ്മദിനെയും എന്റെ മുൻഗാമികളായ ആളുകളെയും കാണുവാൻ പോകുകയാണ്. സന്തോഷത്തോടുകൂടി അദ്ദേഹം മരണത്തെ പുൽകുവാൻ പോകുകയാണ്. മരണം അടുത്ത മുഹൂർത്തത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? സംവത്സരങ്ങൾ നീണ്ട കർമ്മകാണ്ഡങ്ങളിലൂടെ ഇസ്ലാമിന് വേണ്ടി മഹത്തായ സേവനങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും പ്രശംസ ഒരുപോലെ പിടിച്ചു പറ്റിയ ഉമർ റളിയല്ലാഹു അൻഹു അവസാന ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഖദ് കബുറ സിന്നീ, എനിക്ക് വയസ്സായി കഴിഞ്ഞു, വദഅഫത് ഖുവ്വതി, എന്റെ ശക്തിയെല്ലാം ചോർന്നുപോയി, ക്ഷയിച്ചു, വന്തശറത് റഅയ്യതി, കിഴക്കും പടിഞ്ഞാറും പൗരസ്ത്യ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഇസ്ലാമിന് മേൽക്കോയ്മയുണ്ടാവുകയും ഇസ്ലാമിന്റെ സാമ്രാജ്യം നിലവിൽ വരികയും ചെയ്തു. എനിക്കിനി മോഹങ്ങളില്ല, എനിക്കിനി സ്വപ്നങ്ങളില്ല, എന്റെ മോഹങ്ങൾ സാക്ഷാത്കരിച്ചു, എന്റെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു. അള്ളാഹുവിന്റെ മഹത്തായ സഹായത്താൽ ഇസ്ലാമിന് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് സാധിച്ചു. ഫഖ്ബിദ്നി ഗൈറ മുളയ്യഇൻ വലാ മുഫറത്തിൻ ഫീ ബലദി റസൂലിക് ഫീ മദീനത്തി റസൂലിക്
അതിനാൽ അല്ലാഹുവേ, വീഴ്ചകൾ സംഭവിക്കാത്ത വ്യക്തി എന്ന നിലയിൽ, കുറ്റങ്ങളും കുറവുകളും സംഭവിക്കാത്ത വ്യക്തി എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പട്ടണത്തിൽ വെച്ച് എന്റെ റൂഹിന് പീഡിക്കണമേ, വർസുഖുനി ഷഹാദ, എനിക്ക് നീ ഷഹാദത്തിന്റെ പദവി നൽകണമേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവസാന ഘട്ടത്തിൽ പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന കേൾക്കുന്നു. അബൂ ലുഅലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കഠാരി കുത്തേറ്റ് ഉമർ റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ മരണത്തെയും പ്രതീക്ഷിച്ച് കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരേ ഒരു ആഗ്രഹം, പണ്ടൊരാഗ്രഹം ഒരാൾ പ്രകടിപ്പിച്ചില്ലേ? റബീഅത്തുൽ അസ്ലമി എന്ന് പറയുന്ന നബിയുടെ പരിചാരകൻ നബിക്ക് വുളുവിന്റെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ റബീഅയോട് നബി തിരുമേനി ചോദിക്കുന്നു, അല്ലയോ റബീഅ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? റബീഅ പറയുന്നു, റസൂലേ, എനിക്കൊരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, സ്വർഗത്തിൽ താങ്കളോടൊപ്പം എനിക്കും രാപ്പാർക്കണം, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. സ്വർഗത്തിൽ താങ്കളോടൊപ്പം എനിക്ക് കഴിയണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് റബീഅ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, റബീഅ, മറ്റു വല്ലതും നിങ്ങൾക്ക് മോഹിക്കാനുണ്ടോ, ആഗ്രഹിക്കാനുണ്ടോ? റബീഅ പറയുന്നു, റസൂലേ, അത് മാത്രം മതി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീ അഇന്നി അലാ ബികസറത്തി സുജൂദ്, ധാരാളക്കണക്കിൽ സുജൂദ് ചെയ്തുകൊണ്ട് എന്റെ സാമീപ്യം നീ കരസ്ഥമാക്കുക സ്വർഗത്തിൽ. റബീഅയുടെ സ്വർഗം അതായിരുന്നു, റബീഅയുടെ ചിന്തയും വ്യഥയും അതായിരുന്നു, അതായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കടവും പ്രാർത്ഥനയും. അതേ ഉമർ റളിയല്ലാഹു അൻഹു കടാരി കുത്തേറ്റ് ഷഹാദത്ത് വരിക്കുന്ന ഘട്ടത്തിൽ, സക്കറാത്തുൽ മൗത്തിന്റെ ഘട്ടത്തിൽ മകൻ അബ്ദുല്ലായെ വിളിച്ചുകൊണ്ട് പറയുന്നു, അബ്ദുല്ലാ, മകനെ, എനിക്കിനി ഈ ദുനിയാവിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമേയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എന്റെ മുൻഗാമിയായ അബൂബക്കറിന്റെയും സമീപത്ത് നിങ്ങൾ എന്നെ മറമാടണം. ആ ഒരാഗ്രഹം മാത്രമേ എനിക്ക് ബാക്കി നിൽക്കുന്നുള്ളൂ. നീ ചെന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ, അബൂബക്കറിന്റെ മകളായ ആയിഷ, അവരോട് താങ്കൾ ചോദിക്കൂ അനുവാദം, അവരുടെ സമീപത്ത് എന്നെയും മറമാടുവാൻ അവർക്ക് സമ്മതമാണോ? അബ്ദുള്ള പോകുന്നു, ഉമറിന്റെ ഇംഗിതം അറിയിക്കുന്നു. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ദുഃഖത്തോടുകൂടി കണ്ണീർ വാർത്തിരിക്കുകയാണ്. നമ്മെ വിട്ടുപിരിയുന്ന ഉമറിന്റെ വേർപാടിൽ വേദന നൊന്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ തീർച്ചയായും ആർക്കെങ്കിലും നബിയുടെയും അബൂബക്കറിന്റെയും ചാരത്ത് കിടക്കുവാൻ സമ്മതം കൊടുക്കുമെങ്കിൽ അത് ഉമറിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. തിരിച്ചു വന്ന് ഉമർ റളിയല്ലാഹു അൻഹു മകനോട് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നു, മകനെ, എന്താണ് ആയിഷ പറഞ്ഞത്? വയ്യാതിരുന്നിട്ടും കിടക്കയിൽ നിന്നും എഴുന്നേറ്റിരുന്ന് ഉമർ ചോദിക്കുന്നു, ആയിഷയ, എന്താണ് ആയിഷ പറഞ്ഞത്? ആയിഷ പറഞ്ഞു, താങ്കളെയും അവിടെ മറമാടുവാൻ അവർക്ക് സമ്മതമാണ് എന്ന്. വീണ്ടും ഉമർ പറയുന്നു, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാകുന്നു ആ കാര്യം പറഞ്ഞത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്തുമായി അവരെ സമീപിച്ചുകൊണ്ട് ചോദിക്കണം, ഇവിടെ മറമാടുവാൻ സമ്മതമാണോ? അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം, അദ്ദേഹത്തിന്റെ ഒരേ ഒരു ദുഃഖം, അദ്ദേഹത്തിന്റെ ഒരേ ഒരു ചിന്ത പരലോകമായിരുന്നു, നബിയുടെ സഖിത്വമായിരുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് വീണ്ടും കിടക്കണം എന്ന മോഹമായിരുന്നു. ആ മോഹം സാക്ഷാത്കരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അനുവാദം തന്നുവെങ്കിൽ മരിച്ചിരിക്കുമ്പോഴും ഞാൻ അനുവാദം തന്നിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിങ്ങൾ മറ ചെയ്യൂ. നോക്കൂ നിങ്ങൾ, ഓരോ സഹാബിമാർ, അതേപോലെ തന്നെ ഖുലഫാഉകൾ, ഓരോ താബിഉകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാർ ഏത് രൂപത്തിലാണ് ദുനിയാവിനെ കണ്ടത്, ഏത് രൂപത്തിലാണ് പരലോകത്തെ കണ്ടത്, ഏത് രൂപത്തിലാണ് പരലോകത്തിന് വേണ്ടി ജീവിച്ചത്, ഏത് രൂപത്തിലാണ് പരലോക വിചാരം മുഖ്യ വിചാരമായി ജീവിച്ചത്. നമ്മുടെ മനസ്സിൽ ഈ ചിന്ത എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവണം. ഇഹലോകത്തിന് വേണ്ടിയുള്ള മത്സരങ്ങൾക്ക് നടുവിൽ, ഭൗതികതയുടെ അതിപ്രസരം ആവേശിച്ച ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ഈ ചിന്ത നമ്മുടെ മനസ്സിൽ ഒരു മുഖ്യ വിഷയമായിരിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.